കഴിഞ്ഞ മാസം കാബോ സാൻ ലൂക്കാസിലെ ഒരു ബീച്ചിൽ തീരത്തടിഞ്ഞ ചത്ത 2 മത്സ്യങ്ങളെ കണ്ടപ്പോൾ മെക്സിക്കോയിലെ വിനോദസഞ്ചാരികൾ ഞെട്ടിപ്പോയി. അതെ, അവ സാധാരണ മത്സ്യങ്ങളായിരുന്നില്ല. പല വിശ്വാസങ്ങൾക്കും പലപ്പോഴും ശാസ്ത്രീയമായ ഒരു അടിത്തറയോ അടിസ്ഥാനമോ ഉണ്ടാകണമെന്നില്ല. എങ്കിലും ലോകത്ത് ഒരു വലിയ വിഭാഗം മനുഷ്യർ അതിനെ വിശ്വസിക്കും. വിരോധാഭാസം എന്ന് പറയട്ടെ, പലപ്പോഴും ആ വിശ്വാസങ്ങൾ സത്യമായി ഭവിക്കാറുമുണ്ട്. പ്രകൃതി എന്നും മനുഷ്യന് അതീതമാണ്, അതേറെ നിഗൂഢവുമാണ്. യുക്തി കൊണ്ട് അളക്കുന്നവർക്ക് ഇതിനെ തള്ളിക്കളയാം. എന്നാൽ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. പ്രകൃതിയുടെ നിഗൂഢതകൾ മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണെന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൂര്യപ്രകാശത്തിന്റെ ഒരംശം പോലും കടന്നു ചെല്ലാത്ത സമുദ്രത്തിന്റെ അഗാധതയിൽ 3000 അടി താഴ്ചയിലെ കറുത്തിരുണ്ട ലോകത്ത് മാത്രം വസിക്കുന്ന ഒരു നിഗൂഢ ജീവി. കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചമോ മനുഷ്യന്റെ ശബ്ദമോ ഇല്ലാത്ത ആ ഇരുട്ടറയിൽ ജീവിക്കുന്ന ഓർഫിഷ് എന്ന ഈ കടൽ സർപ്പങ്ങൾ എന്തിനാണ് പെട്ടെന്ന് ലോകത്തിന് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്? 36 അടി വരെ നീളത്തിൽ വളരുന്ന വെള്ളി നിറത്തിലുള്ള മിനുസമാർന്ന ശരീരവും ചുവന്ന ചിറകുകളുമുള്ള ഈ മത്സ്യങ്ങൾ സാധാരണയായി കരക്കടിയാറില്ല. എന്നാൽ ആഴക്കടലിലെ ഈ നിഗൂഢ നിവാസികൾ തീരത്തടിയുന്നത് ലോകം അവസാനിക്കാൻ പോകുന്നതിന്റെ സൂചനയാണെന്നാണ് പരക്കെയുള്ള വിശ്വാസം. എന്തുകൊണ്ടാണ് ഈ ജീവികൾ സ്വന്തം ആവാസ വ്യവസ്ഥ ഉപേക്ഷിച്ച് മരണത്തിലേക്ക് നീന്തിക്കയറുന്നത്? നോക്കാം. കഴിഞ്ഞ മാസം മെക്സിക്കോയിലെ കാബോ സാൻ ലൂക്കാസിലെ ബീച്ചിൽ കണ്ട ആ കാഴ്ച ലോകത്തെ ഒരു വിഭാഗം വിശ്വാസികളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്ന ഒന്നായിരുന്നു. ഒന്നല്ല, 2 ഭീമാകാരമായ ഓർഫിഷുകളാണ് ഒരേ സമയം കരക്കടിഞ്ഞത്. അമേരിക്കൻ വിനോദസഞ്ചാരികളായ മോണിക്ക പിറ്റഞ്ചറും സഹോദരി കാറ്റിയും അവയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കടൽ സർപ്പങ്ങൾ അവിടെ തന്നെ ജീവൻ വെടിഞ്ഞു. ഈ സംഭവം നടന്നത് ഫെബ്രുവരിയിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ്. 30 അടി നീളമുള്ള ഈ അന്ത്യദിന മത്സ്യങ്ങൾ എന്തിനാണ് ഒരേ ബീച്ചിൽ തന്നെ അന്ത്യം തേടിയെത്തിയത്? ജാപ്പനീസ് നാടോടി കഥകൾ പ്രകാരം കടൽ ദൈവമായ റിയൂജിന്റെ സന്ദേശവാഹകരായ ഈ മത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് വരുന്നത് വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെയോ യുദ്ധങ്ങളുടെയോ മുന്നറിയിപ്പ് നൽകാനാണ്. മനുഷ്യൻ ഒരിക്കലും എത്തിപ്പെട്ടിട്ടില്ലാത്ത സമുദ്രത്തിന്റെ അഗാധതയിൽ വസിക്കുന്ന ഈ ജീവികൾക്ക് ഭൂമിക്കടിയിലെ നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടുതന്നെ ഭൂകമ്പങ്ങളുടെയും സുനാമികളുടെയും മുൻഗാമികളായി ഇവയെ കണക്കാക്കുന്നു. സദേൺ കാലിഫോർണിയ അക്കാദമി ഓഫ് സയൻസസിന്റെ 2018 പഠനമനുസരിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആകെ 19 എണ്ണം മാത്രമാണ് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 2025 മാത്രം 6-ലധികം തവണ ഇവയെ കണ്ടു എന്നത് വലിയൊരു അപകടത്തിന്റെ മണിമുഴക്കമായിരിക്കാം. ഫെബ്രുവരിയിൽ മെക്സിക്കോയിലും മെയ് മാസത്തിൽ തമിഴ്നാട്ടിലും ജൂണിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഇവ പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 2025 ഒക്ടോബറിൽ മാന്നാർ ഉൾക്കടലിൽ രാമനാഥപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ 6 കിലോ ഭാരമുള്ള ഓർഫിഷ് ഇന്ത്യയെയും ഈ ഭീതിയുടെ നിഴലിലാക്കി. 36 അടി മുതൽ 56 അടി വരെ നീളത്തിൽ വളരാൻ കഴിയുന്ന ഈ ഭീകരജീവികൾ സമുദ്രത്തിലെ ഏറ്റവും ഇരുണ്ട മേഖലകളിലാണ് കഴിയുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ സമുദ്രപാളികളിലെ സമ്മർദ്ദ വ്യതിയാനമാണ് ഇവയെ മുകളിലേക്ക് എത്തിക്കുന്നത്. ജാപ്പനീസ് നാടോടി കഥകളിൽ ഈ മത്സ്യങ്ങളെ റിയൂജിൻ എന്ന കടൽ ദൈവത്തിന്റെ ദൂതന്മാരായാണ് വിശേഷിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ഭൂകമ്പങ്ങൾക്കും സുനാമികൾക്കും പകർച്ചവ്യാധികൾക്കും മുമ്പ് മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇവ എത്തുമെന്നാണ് വിശ്വാസം. 1819 സുഷിമ തീരത്ത് ഇതുപോലെ പ്രത്യക്ഷപ്പെട്ട ഒരു ഓർഫിഷ് വലിയൊരു രോഗബാധയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി ചരിത്രരേഖകളുണ്ട്. ഇന്ന് ഇറാൻ യുദ്ധത്തിന് തൊട്ടുമുമ്പ് ഈ മത്സ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് വലിയൊരു നാശത്തിന്റെ പ്രവചനമാണോ എന്ന് ഭയപ്പെടുന്നവരിൽ വിദേശ വിനോദസഞ്ചാരികൾ മുതൽ സാധാരണ മത്സ്യത്തൊഴിലാളികൾ വരെയുണ്ട്. മെക്സിക്കോയിൽ മാത്രമല്ല, ഇന്ത്യയിലും ഈ അശുഭ സൂചനകൾ എത്തിക്കഴിഞ്ഞു. 2025 മെയ് മാസത്തിൽ തമിഴ്നാട് തീരത്ത് 30 അടി നീളമുള്ള ഓർഫിഷിനെ കണ്ടെത്തിയിരുന്നു. പിന്നീട് ജൂണിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഇവയെ കണ്ടു. ഒടുവിൽ ഒക്ടോബറിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ മാന്നാർ ഉൾക്കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ അന്ത്യദിന മത്സ്യത്തെ ലഭിച്ചു. 6 കിലോ ഭാരമുള്ള ഈ ജീവി ഒരു വിദേശ രാജ്യത്തെ മാത്രം പ്രതിഭാസമല്ല, മറിച്ച് നമ്മുടെ തൊട്ടടുത്ത് വരെ അപകടത്തിന്റെ മണിമുഴക്കമായി എത്തിയെന്നതാണ് വസ്തുത. ലോകം ഇന്ന് യുദ്ധത്തിന്റെ മുൾമുനയിലാണ്. മിസൈലുകൾ ആകാശത്ത് തീതുപ്പുകയും രാജ്യങ്ങൾ തമ്മിൽ കൊമ്പുകോർക്കുകയും ചെയ്യുമ്പോൾ ഇതിനൊക്കെ മുമ്പേ പ്രകൃതി നമുക്ക് ചില സൂചനകൾ നൽകിയിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ സമുദ്രത്തിനടിയിലുണ്ടാകുന്ന സമ്മർദ്ദ വ്യതിയാനങ്ങളോ താപനിലയിലെ മാറ്റങ്ങളോ ആകാം ഇവയെ ഉപരിതലത്തിലേക്ക് എത്തിക്കുന്നത്. എങ്കിലും പുരാതന വിശ്വാസങ്ങളെ പാടെ തള്ളിക്കളയാൻ ആർക്കും കഴിയുന്നില്ല. ഓരോ തവണ ഈ മത്സ്യങ്ങൾ തീരത്തടിഞ്ഞപ്പോഴും ലോകത്ത് വലിയ പ്രകൃതിക്ഷോഭങ്ങളോ രാഷ്ട്രീയ സംഘർഷങ്ങളോ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കാഴ്ചയ്ക്ക് ഒരു ഭീതിയുടെ പരിവേഷം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നതോ നിസ്സാരമെന്ന് കരുതുന്നതോ ആയ ഇത്തരം കാഴ്ചകൾക്ക് പിന്നിൽ വലിയ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവാം.